അവിടെ നടക്കുന്ന സംഭവങ്ങൾ പൂർണ്ണമായും ഒരു വലിയൊരു തട്ടിപ്പ് സ്ഥാപനമാണ് ഡിജിറ്റൽ സർവകലാശാല എന്ന് മനസ്സിലാകുന്നത്. അടുത്ത് പണം കണ്ടെത്താനുള്ള ഒരു മാർഗം കണ്ടെത്തിയത് മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സ്വർണ്ണക്കടത്ത് കേസിൽ പുറത്തായ ശിവശങ്കറായിരുന്നു. മുഖ്യമന്ത്രി നിരപരാധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത പാരിതോഷികമാണ് നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള എഗ്രിമെൻറ്റ്. ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാറ്റൻറ്റ് വേണം. പാറ്റൻറ്റ് കാണിച്ചു തരാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ ഡിസൈൻ കൊടുത്ത് കാണിക്കണം. ഇത് ആരുണ്ടാക്കിയെന്ന് കാണിക്കണം. ഇവർ പലപ്പോൾ വിദേശത്ത് പോകുമ്പോഴത്തേക്കും ചൈനയെന്നോ കൊറിയെന്നോ വാങ്ങിച്ചുകൊണ്ട് വന്നതായിരിക്കും. വാങ്ങിച്ചുകൊണ്ട് കേച്ചിപ്പ് എന്ന് പേരെഴുതിയിരിക്കുക. അതേപോലെ ചെയ്ത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഈ അലക്സും അബ്രാമും മുഖ്യമന്ത്രിയും ആയിട്ടുള്ള നെക്സസാണ് ഈ ഡിജിറ്റൽ സർവകലാശാല തട്ടിപ്പിൻ്റെ കാതലായ കാര്യം. നമസ്കാരം. സ്പ്രിംഗ്ലർ വിവാദത്തിന് പിന്നാലെ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നിർമ്മിക്കുന്ന കേച്ചിപ്പ് നിർമ്മാണത്തിലും ദുരൂഹത നിലനിൽക്കുകയാണ്. ഈയൊരു വിഷയത്തിൽ CAG അന്വേഷണം ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ശ്രീ RS ശശികുമാർ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നിർമ്മിക്കുന്ന ഈ കേച്ചിപ്പ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ്. സത്യത്തിൽ കേരള സർക്കാരും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ആദ്യമായി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കൈരളി ചിപ്പാണ് ഇതെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. എന്താണ് സത്യത്തിൽ ഈ ഒരു വിവാദത്തിലേക്ക് എത്തിച്ചേരാനുള്ള കാരണം എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ ഡിജിറ്റൽ സർവകലാശാല കേരളത്തിൽ ആരംഭിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ സർവകലാശാല ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഫാഗ് എൻഡിലാണ് ആരംഭിക്കുന്നത്. അന്ന് ആരംഭിക്കുമ്പോൾ തന്നെ ഇതെന്തിനാണ്, ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ ദുരൂഹതകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വ്യക്തതയും ആർക്കും ഇല്ലായിരുന്നു. അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ പൂർണ്ണമായും ഒരു വലിയൊരു തട്ടിപ്പ് സ്ഥാപനമാണ് ഡിജിറ്റൽ സർവകലാശാല എന്ന് മനസ്സിലാകുന്നത്. അതിനകത്ത് യാതൊരു അക്കാഡമിക് മൂല്യങ്ങളുള്ളതായി തോന്നുന്നില്ല. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അവിടെ MBAക്ക് കുറേ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നൊഴിച്ചാൽ അവിടെയുള്ള അധ്യാപകർക്കൊന്നും തന്നെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിൽ വലിയ താല്പര്യമുണ്ടോ, അതിൽ ഗവേഷണത്തിൽ വലിയ താല്പര്യമുണ്ടോ എന്നുള്ളതിലുപരി അവർ ബിസിനസ് മോട്ടിവേഷനുമായിട്ട് നടക്കുകയാണ്. കാരണം സർവകലാശാല ആക്ട് ഉണ്ടാക്കിയപ്പോൾ സർവകലാശാലയ്ക്ക് ഉള്ള പണം സ്വന്തമായി സർവകലാശാല പ്രോജക്റ്റിലൂടെ കണ്ടെത്തുമെന്നും സർക്കാരിൻ്റെ ഗ്രാൻറ്റുകൾ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാപനമായിരിക്കുമെന്നും അവിടെയുള്ള അധ്യാപകർക്ക് എൻ്റർപ്രനേഴ്സായി സംരംഭകരായി പ്രവർത്തിക്കാമെന്നും ആ ആക്ടിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വരുന്ന പ്രോജക്റ്റുകൾ ഈ സർവകലാശാലയ്ക്ക് എത്തുകയും ഈ സർവകലാശാല അത് അധ്യാപകരെ ചുമതലപ്പെടുത്തുന്നു. അവർ ഈ പ്രോജക്റ്റ് അനുസരിച്ച് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ സിസ്റ്റം. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും വിവാദമായ സ്പ്രിംഗർ അഴിമതി വന്നപ്പോഴേക്കും ആ അഴിമതി കോടിക്കണക്കിന് രൂപ വിദേശത്തേക്ക് അയച്ച് തട്ടിക്കുക നമ്മുടെ ഡേറ്റ തട്ടിപ്പായിരുന്നല്ലോ ഉദ്ദേശം, ഡേറ്റ കൊടുത്തുള്ള തട്ടിപ്പായിരുന്നു. അപ്പോൾ അതിന് വ്യത്യസ്തമായി അടുത്ത് പണം കണ്ടെത്താനുള്ള ഒരു മാർഗം കണ്ടെത്തിയത് മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സ്വർണ്ണക്കടത്ത് കേസിൽ പുറത്തായ ശിവശങ്കറായിരുന്നു. അപ്പോൾ ശിവശങ്കറാണ് ഈ ആശയം കൊണ്ടുവന്നത്. IT വകുപ്പിൻ്റെ കീഴിൽ ഡിജിറ്റൽ സർവകലാശാല, ആ ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രോ ചാൻസലർ മുഖ്യമന്ത്രിയായിരിക്കും. മുഖ്യമന്ത്രി പ്രോ ചാൻസലറായി ഒരൊറ്റ സർവകലാശാലയേ ഉള്ളൂ, മറ്റെല്ലാം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒക്കെയാണ്. അപ്പോൾ അതിന് വ്യത്യാസം മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു സർവകലാശാലയായി ഡിജിറ്റൽ സർവകലാശാലയെ മാറ്റുന്നു. മറ്റൊന്ന്, അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നിയമനങ്ങൾ PSCക്ക് വിടുന്നില്ല. ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ച ഓപ്പൺ സർവകലാശാലയുടെ നിയമനങ്ങൾ പോലും PSCക്ക് വിടുമ്പോൾ ഡിജിറ്റൽ സർവകലാശാല നിയമനങ്ങൾ നേരിട്ട് നടത്തുന്നു. ഇതെല്ലാമാണ് സംശയം കിടന്നറിയത്. ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ മുൻപ് 2003-04 ആരംഭിച്ച IIIT എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്, ഒരു കമ്പനിയാണ്. അത് കൊച്ചി സർവകലാശാല ആ കോഴ്സ് അഫിലിയേറ്റഡ് ഉണ്ടായിരുന്നു. ആ യൂണിവേഴ്സിറ്റിയാണ് ഡിജിറ്റൽ സർവകലാശാലയായി മാറ്റുന്നത്. അപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അധ്യാപകർ അവരാരും തന്നെ പലരും UGC ക്വാളിഫൈഡ് അല്ല. പക്ഷേ അവരെല്ലാം പ്രൊഫസർമാരും അസോസിയേറ്റ് പ്രൊഫസർമാരോട് നേരിട്ട് നിയമിച്ചു.
അപ്പോൾ അവരെ IIITയെ യൂണിവേഴ്സിറ്റിയായി മാറ്റിയപ്പോൾ അവിടെ അധ്യാപകർക്കും വലിയ താല്പര്യമായി. കാരണം അവർക്കെല്ലാം യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് കിട്ടായിരുന്നു. മറ്റൊരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലെവലിലായിരുന്നു. അപ്പോൾ ഈ അധ്യാപകരൂടി ഇവിടെ എത്തി. അപ്പോൾ ഈ അധ്യാപകരും ഫുള്ളി ക്വാളിഫൈഡ് ഒന്നും അല്ല. അപ്പോൾ അവർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാകുകയും അവരെല്ലാം എൻ്റർപ്രനേഴ്സായി മാറുകയും ചെയ്തു. ഇതിലുള്ള പല അധ്യാപകർക്കും സ്വന്തമായി കമ്പനികളുണ്ട്. ഇപ്പോൾ ഏറ്റവും വിവാദമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് അലക്സ് ജെയിംസിന് 5 കമ്പനികളുണ്ട്. അങ്ങനെ കൂടുതൽ കമ്പനികൾ തുടങ്ങാനൊന്നും യൂണിവേഴ്സിറ്റി നിയമത്തിൽ വ്യവസ്ഥയില്ല. ഇന്ത്യയിൽ തന്നെയാണോ അല്ലെങ്കിൽ കേരളത്തിൽ? പക്ഷേ കേരളത്തിലല്ല, കേരളത്തിന് പുറത്താണ് അഡ്രസ്സുകൾ പലതും. അദ്ദേഹത്തിൻ്റെ ചില കമ്പനികൾ കൊച്ചിയിലൊക്കെ ഉണ്ട്. അതിലെല്ലാം ഒരു റൂം മാത്രമേ ഉള്ളൂ. പേരിന് അഡ്രസ്സിന് വേണ്ടി ഒരു റൂമും അപ്പോഴേ വർക്കുകളെല്ലാം മറ്റെവിടെയോ ഔട്ട്സോഴ്സ് ചെയ്യാണ്. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന പ്രോജക്റ്റുകൾ, അതേപോലെ കിഫ്ബിയിൽ നിന്ന് വരുന്ന പ്രോജക്റ്റൊക്കെ സാങ്ഷൻ ചെയ്ത് വന്ന ഉടൻ തന്നെ ഈ അധ്യാപകർ ഏറ്റെടുക്കുകയാണ്. അതിലേറ്റവും കൂടുതൽ പ്രോജക്റ്റ് എടുത്തിരിക്കുന്ന ഒരു കമ്പനി ഐജക്. ആ കമ്പനിയുടെ ഡയറക്ടർ നമ്മുടെ യൂണിവേഴ്സിറ്റി ഐജക്കുമായിട്ട് ഒപ്പുവെച്ചിട്ടുണ്ട്. അത് മറ്റേ മാധവൻ നമ്പ്യാരാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ മാധവൻ നമ്പ്യാർക്ക് ഈ പറയുന്ന പുറത്തു നിന്നുള്ള പ്രോജക്റ്റിൻ്റെയും കിഫ്ബി പ്രോജക്റ്റിൻ്റെയും വലിയൊരു ഫണ്ടിങ് കിട്ടുന്നുണ്ട്. മാധവൻ നമ്പ്യാരുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു വരാൻ കാര്യം, സ്പ്രിംഗർ വിവാദം വന്നപ്പോൾ ഗവൺമെൻറ് അന്വേഷണ കമ്മീഷനായിട്ട് നിയമിച്ചത് മാധവൻ നമ്പ്യാരായിരുന്നു. മാധവൻ നമ്പ്യാർ മുഴുവൻ പരിശോധിച്ചപ്പോൾ സ്പ്രിംഗർ അഴിമതി ഉണ്ട് എന്ന് കണ്ടെത്തിയ ആളാണ്. പക്ഷേ അതിൽ മുഖ്യമന്ത്രി നിരപരാധിയാണെന്നാണ് പുള്ളിയുടെ റിപ്പോർട്ട്. അപ്പോൾ മുഖ്യമന്ത്രി നിരപരാധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത പാരിതോഷികമാണ് നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള എഗ്രിമെൻറ്റ്. കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിൻ്റെ പേരിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, ഇത് യൂണിവേഴ്സിറ്റിയുടെ തുടങ്ങിയത് തന്നെ ദുരൂഹതയിലൂടെയാണ്. ഇത് ഇന്നും തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പൈസ ഇപ്പോൾ കിഫ്ബിയിൽ നിന്നും സാങ്ഷൻ ചെയ്യുന്നതെല്ലാം ഡോക്ടർ എബ്രഹാമാണ്. ഡോക്ടർ KM എബ്രഹാമിൻ്റെ നിയന്ത്രണത്തിലാണല്ലോ കിഫ്ബി. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഫണ്ട് നേരെ യൂണിവേഴ്സിറ്റി കൊടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസിനെ വിളിച്ച് പറയുകയാണ്, ഈ വരുന്ന പ്രോജക്റ്റ് ഇന്നയാണ് ഏൽപ്പിക്കണം, കൂടുതലും ഈ അലക്സിനെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റ് എബ്രഹാം സാങ്ഷൻ ചെയ്യുന്നു, കിഫ്ബി വഴിയുള്ള പണം വരുന്നു, ആ പണം അലക്സ് ജെയിംസിന് കൊടുക്കാൻ പറയുന്നു, യൂണിവേഴ്സിറ്റി ഇദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു, ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കമ്പനികളിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് മാറ്റുന്നു. അതുമാത്രമല്ല, സാധാരണ ഒരു പ്രോജക്റ്റ് കൊടുക്കുന്നതിൻ്റെ എത്ര ഇരട്ടി തുകയിലാണ് പ്രോജക്റ്റ് പോകുന്നത്. അപ്പോൾ ഈ പണം നാം സംശയിക്കുന്ന ആളുകളുടെ കയ്യിൽ തന്നെ എത്തുകയാണ്. ഈ പറഞ്ഞ അധ്യാപകരായിട്ട് നിൽക്കുന്ന എൻ്റർപ്രനേഴ്സിൽ കുറേ തുക കിട്ടും, കൂടുതൽ തുക അവസാനം നാം ആർക്ക് വേണ്ടിയാണോ ഈ സ്ഥാപനം തുടങ്ങിയത് അവിടെ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. വാസ്തവത്തിൽ അതിലൊന്നാണ് കെ ചിപ്പ് എന്ന് പറയുന്ന കൈരളി ചിപ്പ് എന്നാണ് പേര്. കൈരളി ചിപ്പ് കണ്ടെത്തി എന്ന് പറഞ്ഞാണ് ഈ ഇദ്ദേഹത്തിന് കെ ചിപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനി തന്നെ എറണാകുളത്തുണ്ട്. അത് ഒരു റൂം മാത്രമേ ഉള്ളൂ. അപ്പോൾ കെ ചിപ്പ് ഇന്ത്യയിൽ ആദ്യം കണ്ടെത്തി എന്ന് പറഞ്ഞ് വലിയ ഒരു ഉദ്ഘാടനമായിട്ട് ഇതൊരു വലിയ ഈ സർക്കാരിൻ്റെ ഒരു വലിയ ഈ സാധാരണ കാണിക്കുന്ന പ്രഹസനവും ഉണ്ടല്ലോ, ആ ഒരു പ്രഹസനം ഞങ്ങൾ IT മേഖലയിൽ വളരെ ഉന്നതത്തിലാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി കെ ചിപ്പ് ആരംഭിച്ചു എന്ന് പറയും. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, അത് റിലീസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ കെ ചിപ്പ് കണ്ടെത്തിയ ടീമിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് അലക്സ് ജെയിംസാണ്. അദ്ദേഹത്തിന് 25 ലക്ഷം രൂപ ഗവൺമെൻറ് റിവാർഡ് പ്രഖ്യാപിച്ചു, അവാർഡ് കൊടുത്തു. ഇത് കഴിഞ്ഞ് 1 വർഷമായി. ഇതേവരെയും ഇതിൻ്റെ ഉണ്ടല്ലോ ഡിസൈൻ ഇതുവരെ എന്താണെന്ന് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാറ്റൻറ്റ് വേണം, പാറ്റൻറ്റ് കാണിച്ചില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ ഡിസൈൻ പുറത്ത് കാണിക്കണം, ഇത് ആരുണ്ടാക്കിയെന്ന് കാണിക്കണം. ഇതൊന്നും കാണിച്ചിട്ടില്ല. അപ്പം മനസ്സിലാക്കേണ്ടത്, ഈ ചിപ്പ് ഉണ്ടാക്കണമെങ്കിൽ അതിനുവേണ്ട ഫെസിലിറ്റീസ്, അതിനുവേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഡിജിറ്റൽ സർവകലാശാലയിൽ ഇല്ല. ചിപ്പ് ഉണ്ടാക്കുമ്പോൾ അതിനുള്ള പെർമിഷൻ കേന്ദ്രത്തിൽ നിന്നും എടുക്കേണ്ടതുണ്ട്, അങ്ങനെ എന്തെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പോൾ ചിപ്പ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഗൂഗിളിൽ ഒരു പ്ലാറ്റ്ഫോമുണ്ട്. ആ ഗൂഗിളിലെ പ്ലാറ്റ്ഫോമിൽ കുട്ടികൾക്ക് തന്നെ ചിപ്പ് ഉണ്ടാക്കാനുള്ള ട്രെയിനിങ് കൊടുക്കും. അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. അതല്ലാതെ
ചിപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചിപ്പ് ഉണ്ടാക്കി വാണിജ്യാടിസ്ഥാനത്തിൽ കൊടുക്കുമ്പോഴത്തേക്കും അത് കാർഷിക മേഖലയിലും ഇൻഡസ്ട്രീസ് മേഖലയിലും എല്ലാ മേഖലയ്ക്കും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ചിപ്പ്. ഇപ്പോൾ ചിപ്പ് ഉണ്ടാക്കുന്ന ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കൊറിയയിൽ നിന്നും തൈവാനിൽ നിന്നുമാണ്. ഇന്ത്യ തന്നെ 90% ചിപ്പും തൈവാനിൽ നിന്നും കൊറിയയിൽ നിന്നും ഒക്കെ സാംസങ് കമ്പനിയുടെയൊക്കെ ഇമ്പോർട്ട് ചെയ്യാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കേരളം ചിപ്പുമായിട്ട് രംഗത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങൾ തന്നെ ആശ്രയിക്കില്ലേ? ഇന്ത്യയുടെ ഒരു കൊച്ചു ഭാഗത്തുള്ള നമ്മുടെ സംസ്ഥാനമായ കേരളം ചിപ്പ് രംഗത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഇത് ഇവിടെ സ്ഥിരമായിട്ട് കാണിക്കുന്ന തള്ളലിൻ്റെ ഒരു ഭാഗമാണിത്. ഇവിടെ റെയിൽ, അതേപോലെ തന്നെ ഫോൺ, നെറ്റ് എല്ലാം ആണല്ലോ. ഡാക് എന്ന് പറയുന്ന പോലെയാണ് ചിപ്പ്. അപ്പോൾ ചിപ്പുമായിട്ട് രംഗത്ത് വന്നേക്കുന്നത് ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയെന്നാണ് സത്യം. ഇത് ഞങ്ങളിപ്പോൾ ഇത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാൻ കാര്യം ഈ അടുത്ത കാലത്ത് കേന്ദ്രമന്ത്രി ശ്രീ വൈഷ്ണവ് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇന്ത്യ ചിപ്പ് നിർമ്മാണ രംഗത്തേക്ക് വരികയാണ്. അതിനുവേണ്ടി കോടികൾ മുടക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ആഗോളതലത്തിൽ ഒരു ഹബ്ബാക്കി മാറ്റുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് അതിനുവേണ്ട നടപടികൾ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞ ഒരു പ്രസ് റിലീസ് കണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ട്. അപ്പോഴാണ് കേരളത്തിൽ ചിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാലോ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കേരളം 1 വർഷത്തിന് മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ വ്യവസായ മന്ത്രി രാജുവും കൂടെ ചേർന്ന് റിലീസ് ചെയ്തു. നമ്മുടെ ഡിജിറ്റൽ സർവകലാശാല ഏറ്റവും വലിയ നേട്ടമാണെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങളിത് ഉണ്ടാക്കിയെന്നുള്ള കാര്യം കേന്ദ്ര ഗവൺമെൻറ് അറിയിക്കാമല്ലോ, അറിയിക്കുന്നില്ല. ദുരൂഹതയുണ്ട്. അതാണ് ദുരൂഹത. അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒന്നുകിൽ ഇവർ പലപ്പോൾ വിദേശത്ത് പോകുമ്പോഴത്തേക്കും ചൈനയെന്നോ കൊറിയയെന്നോ വാങ്ങിച്ചുകൊണ്ട് വന്നതായിരിക്കും. വാങ്ങിച്ചുകൊണ്ട് ചിപ്പ് എന്ന് പേരെഴുതിയിരിക്കാം. നമ്മുടെ മുമ്പ് ചില സ്ഥാപനങ്ങൾ അങ്ങനെ ചെയ്യുമല്ലോ. അതേപോലെ ചെയ്ത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളെ പൂർണ്ണമായും കബളിപ്പിക്കുകയാണ് ഡിജിറ്റൽ സർവകലാശാല. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ പിന്നിൽ ഉള്ള നേരത്തെ ഇതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ശിവശങ്കർ തന്നെയായിരുന്നു. ശിവശങ്കർ മാറിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ചുമതല മുഴുവൻ എബ്രഹാം ഏറ്റെടുത്തു. അദ്ദേഹം തന്നെയാണ് ഉത്തരവിറക്കുന്നത്. വാസ്തവത്തിൽ റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് എബ്രഹാം. അദ്ദേഹം ബൈ ഓർഡർ ഓഫ് ദ ഗവർണർ എന്ന് പറഞ്ഞ് ഉത്തരവിറക്കുന്നത്. അതിനെ കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനിപ്പം ഗവൺമെൻറ് അതിനുവേണ്ടി സ്പെഷ്യൽ ഓർഡറൊക്കെ ഇറക്കാൻ പോകുമെന്ന് പറയുന്നത് കേട്ടു. ഒരിക്കലും ഒരു സർക്കാരിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥൻ സർക്കാർ ഉത്തരവ് ഇറക്കാൻ പാടില്ല. പക്ഷേ ഇദ്ദേഹം അത് ഇറക്കുന്നതിന് കാര്യം എന്താ വെച്ചാൽ ഇവിടെ നടക്കുന്ന അഴിമതിയിൽ ഒപ്പുവയ്ക്കാൻ ഏത് IAS ഉദ്യോഗസ്ഥനും ഇറക്കും. അപ്പോൾ റിട്ടയർ ചെയ്തു പോയ അബ്രഹാമിന് ഉത്തരവിറക്കുന്നതിന് ആരെയും ഭയക്കേണ്ട കാര്യമില്ല. അത് തന്നെ തെറ്റല്ലേ? അപ്പോൾ അടിമുടി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പണം മുഴുവനും കട്ടുപോകുന്നതിൻ്റെ ഒരു ഇടനിലയായി ഡിജിറ്റൽ സർവകലാശാല ഉപയോഗിക്കുകയാണ്. അതാണ് വളരെ ഗൗരവമായ വിഷയം. ഈ അടുത്ത കാലത്ത് വൈസ് ചാൻസലറായി ചാർജ് എടുത്ത ഡോക്ടർ സിസ തോമസ് വൈസ് ചാൻസലർ വന്നപ്പോൾ അവർ ഒരു പ്രഥമ ദൃഷ്ടി അന്വേഷണത്തിൽ തന്നെ 1500 കോടി രൂപയിൽ കൂടുതൽ മാനിപ്പുലേഷൻ നടന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും വളരെ പ്രധാനം ആ സർവകലാശാല ആക്ട് ചെയ്യാൻ വായിച്ചപ്പോൾ ഏത് സർവകലാശാലയിലും പ്രധാനപ്പെട്ട 3 പോസ്റ്റ് വൈസ് ചാൻസലർ, രജിസ്ട്രാർ, ഫൈനാൻസ് ഓഫീസർ. പരീക്ഷാ കൺട്രോളർ എല്ലാ സർവകലാശാലയും കണ്ടെന്ന് വരില്ല. പ്രത്യേകിച്ച് ഇവിടെ കുറച്ച് കുട്ടികൾ പഠിക്കുന്നുള്ളതുകൊണ്ട് അത് രജിസ്ട്രാർക്ക് തന്നെ മാനേജ് ചെയ്യാമെന്നുള്ളൂ. പക്ഷേ ഫൈനാൻസ് ഓഫീസറില്ല. ഫൈനാൻസ് ഓഫീസറില്ലാത്ത ഒരു സ്ഥാപനം കേരളത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഡിജിറ്റൽ സർവകലാശാല മാത്രമാണ്. യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടറിനുള്ള വ്യവസ്ഥയില്ല. അവിടെയുള്ള IIITയിൽ മുമ്പ് ജോലി ചെയ്യുന്ന ഒരു താഴേക്കടയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ ചാർജ് കൊടുത്ത് വച്ചേക്കുക ഫൈനാൻസ് ഓഫീസറും. ആ ഫൈനാൻസ് ഓഫീസർക്ക് ഇതിനെക്കുറിച്ചുള്ള യാതൊരു ഫൈനാൻസിനെ കുറിച്ചുള്ള ഗ്രാഹ്യമില്ല. കാരണം അങ്ങനെ ഒരാളിനെ വച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഈ കൃത്രിമങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ്. ഓഡിറ്റ് ഉണ്ടോ? ഏത് യൂണിവേഴ്സിറ്റിയും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റി ആക്ടിനകത്തും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റ്, ഗവൺമെൻറ് പഴയ ലോക്കൽ ഫണ്ട് ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓഡിറ്റിൻ്റെ ഓഡിറ്റ് നടക്കണമെന്ന് നിയമമുണ്ട്. ആ ഓഡിറ്റ് ഈ യൂണിവേഴ്സിറ്റി വ്യവസ്ഥയിലില്ല. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആവശ്യമുണ്ടെന്നും ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഇല്ല എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ ഡിജിറ്റൽ സർവകലാശാലയിൽ നടക്കുന്ന അഴിമതികൾ ചൂണ്ടിക്കാണിക്കൊണ്ട് മുഖ്യമന്ത്രി കൊടുത്ത കത്തിൽ പറഞ്ഞപ്പോൾ ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് നടക്കുന്നുണ്ടെന്നുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി കൊടുത്തത്. അങ്ങനെ ഓഡിറ്റ് ഇല്ല. അവിടെയുള്ള ഈ പറഞ്ഞ ഫൈനാൻസ് ഓഫീസർ എന്ന് പറയുന്ന യോഗ്യതയില്ലാത്ത ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് പരിചയമുള്ള 2-3 പേരെ ഇരുത്തി ഒരു ഓഡിറ്റ് നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നു. അതാണോ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്? അതുകൊണ്ടാണ് ഇവിടെ അഴിമതി നടത്തുന്നതിനുള്ള ഒരു ബേസാണത്.
അപ്പോൾ കിഫ്ബിയിൽ നിന്ന് പണം വരുന്നു, അവരുദ്ദേശിക്കുന്ന അധ്യാപകർക്ക് കൊടുക്കുന്നു. അതിലേറ്റവും കൂടുതൽ കൊടുക്കുന്നത് അലക്സിനാണ്. അപ്പോൾ അലക്സാണ് ഗവൺമെൻറ്, അലക്സും അബ്രാമും മുഖ്യമന്ത്രിയും ആയിട്ടുള്ള നെക്സസാണ് ഈ ഡിജിറ്റൽ സർവകലാശാല തട്ടിപ്പിൻ്റെ കാതലായ കാര്യം. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ IGEC എന്ന് പറഞ്ഞ കമ്പനി മാസം നേരും. അപ്പോൾ ഇങ്ങനെയുള്ളവർ ചേർന്ന ഒരു കൂട്ടുകൃഷിയാണ്. ഇത് എക്സ്പോസ് ചെയ്യപ്പെടണം, ഇത് കണ്ടുപിടിക്കപ്പെടണം. നമ്മുടെ രാജ്യത്തെ പണം മറ്റൊരു വഴിയുടെ ചോരുമ്പോൾ അതിന് സർവകലാശാല എന്നുള്ള ഒരു പേര് കൊടുത്തിട്ട് ആ സർവകലാശാലയിലൂടെ കൊണ്ടുപോകുമ്പോൾ അതിനെക്കുറിച്ച് വളരെ അന്വേഷണം നടത്താൻ ഗവൺമെൻറ് തയ്യാറാവണം. ഗവൺമെൻറ് തയ്യാറാവില്ല, യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തുള്ള ചാൻസലർ എന്ന നിലയിൽ തയ്യാറാവണം. അതിനുവേണ്ടി ഈ ഒരു നടക്കുന്ന പ്രാഥമിക വിവരങ്ങൾ കാണിച്ചുള്ള ഒരു രേഖ വൈസ് ചാൻസലർ ഗവർണർ കൈമാറിയെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഗവർണർ അത് CAGയുടെ അന്വേഷണത്തിന് അയച്ചിരിക്കുന്നുണ്ടെന്നും CAG അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ പറയുന്നത് CAG അന്വേഷണം കൊടുത്തിരുന്നതല്ല ഇത് സാമ്പത്തിക തട്ടിപ്പാണ്. CAG അന്വേഷിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കും, ഇന്ന രൂപയുടെ സാമ്പത്തിക ക്രമം. ഇത് നമുക്കെല്ലാം അറിയാമെന്നുള്ളതാണ്, സാമ്പത്തിക ക്രമക്കേടാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത് കണ്ടെത്തണമെങ്കിൽ ഇവിടെ വേണ്ടത് CBIയുടെ അന്വേഷണമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പ്രോജക്റ്റുകൾ, കേന്ദ്ര സർക്കാരിൻ്റെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ളവർ കോടിക്കണക്കിന് രൂപ ഇതിനകം ഡിജിറ്റൽ സർവകലാശാലയെ കൈമാറിയിരിക്കുന്നു. ആ പണം എങ്ങനെ പോയി എന്നുള്ളത് കണ്ടെത്തണം, ആരുടെ കയ്യിൽ പോയി എന്ന് കണ്ടെത്തണം, ഇപ്പോൾ ആ പണം എവിടെ എത്തിയെന്ന് കണ്ടെത്തണം. അത് ഒരു CBI അന്വേഷണത്തിലൂടെ പറ്റുള്ളൂ. അതുകൊണ്ട് അടിയന്തരമായി യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ കൂടിയായ ഗവർണർ അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് CBI അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയാണ് വേണ്ടത്. എന്തായാലും കഴിഞ്ഞ വർഷം തന്നെ ചിപ്പ് നിർമ്മാണം കേരളം നടത്തിയത് കേന്ദ്രത്തെ അറിയിക്കാതെയാണ്. ഇതിലും വലിയ ദുരൂഹത തന്നെയാണ് നിലനിൽക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.